Hi guys, welcome to Unfiltered Tracks. Here we talk about cinema contents and opinions. Unfiltered. വെൽക്കം ടു വീഡിയോ. നമ്മളിത് നോക്കാൻ പോകുന്നത് നിവിൻ പോളിയുടെ പുതിയ മൂവി OTT-ൽ റിലീസായിരിക്കുകയാണ്. ഫാർമ എന്നാണ് മൂവിയുടെ പേര്. അപ്പൊ ഈ മൂവിയെ പറ്റി ഒരു റിവ്യൂ ആണ് നമ്മളന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വെൽക്കം ടു ദ വീഡിയോ. ഇത് കാണാനിരിക്കുന്നവരുടെ ആദ്യമായിട്ട് പറയട്ടെ, ഇതൊരു എന്റർടൈൻമെന്റ് പാക്ക് അല്ല. ഇതൊരു പൂർണ്ണമായിട്ട് കണ്ടന്റ് ഓറിയന്റഡ് ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോപ്പറേറ്റീവ് ഡ്രാമ ത്രില്ലറാണ്. ഇതിന്റെ ഒരു ഏകദേശം ഒരു സ്റ്റോറിയുടെ ത്രെഡ് എന്താന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് വ്യാപാരത്തിന്റെ ഉള്ളറകളിലൂടെ നടക്കുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആയി കാണുന്ന ഒരു ശ്രമമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. റിവ്യൂ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ പരിചയപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യനിലൂടെയാണ്. അവന്റെ ജോലി, കുടുംബം, ജീവിത സമ്മർദ്ദങ്ങൾ എല്ലാം വളരെ സാധാരണമായി അവതരിപ്പിക്കുന്നു. നിവിൻ പോളിയാണ് ഇത് ഈ ഒരു കോമൺ മാനായിട്ട് അഭിനയിച്ചേക്കുന്നത്. അയാൾ ജോലി ചെയ്യുന്ന ആ സിസ്റ്റത്തിനുള്ളിലെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ പെട്ടെന്നൊരു മൂവി പോലെ പെട്ടെന്നൊന്നും തീർക്കുന്ന രീതിയിലല്ല. ഒരു സീരിയസ് ആയതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പതുക്കെയാണ് അതിന്റെ ഓരോ തീംസ് ബേസ് ആയിട്ടാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരിക്കലും നിവിൻ പോളിയുടെ ഒരു മാസ് റൊമാൻറ്റിക് ഒന്നും ആ ഒരു രീതിയിലൊന്നും ആരും പ്രതീക്ഷിച്ച് ഈ സിനിമ നമുക്ക് കാണണ്ട. ഇത് വളരെ ഒരു മിനിമലിസ്റ്റ് ആണ്. ഒരു ഡയലോഗ് കുറച്ചേ ഉള്ളൂ. കണ്ണിലും ശരീരഭാഷയിലുമാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിനയം വരുന്നത്. ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ജീവിതമാണ് അതിലൂടെ കാണിച്ചു തരുന്നത്. ഇത് ശരിക്കും നിവിൻ പോളിയുടെ ഒരു മെച്യൂർ ഫേസ് ആണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. സാധാരണ നമ്മൾ ഈ ഒരു ടൈപ്പ് ജാനർ പിടിച്ചു വരുമ്പോഴത്തേനും കണ്ടിട്ടുള്ളത് കുറെ BGM-ഉം കുറെ മ്യൂസിക് ഓവറായിട്ടുള്ള ലൗഡ്നെസ്സും ഒക്കെ കയറ്റി ഒന്ന് സെറ്റ് ചെയ്യലാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ഈ പടം നേരെ അതെല്ലാം വിട്ടു നിന്ന് അനാവശ്യമായിട്ടുള്ള BGM-ഉം ഡ്രാമയും അത്യാവശ്യം വേണ്ടതായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ പോലും ഇല്ലാതെ ഇതൊരു നാച്ചുറൽ ആയിട്ട് പോകുന്ന രീതിയിലാണ്. ഇത് കുറെ സ്ഥലത്ത് സൈലന്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ആ ഒരു സൈലൻസും കൂടെ ആ ഒരു കഥയുടെ പോർഷനിലോട്ട് പോവുകയും കൂടാണ്. ഈ മൂവിയുടെ തുടക്കവും ഒരു മിഡ് പോർഷനുമായിട്ട് ഏകദേശം ഒരു കുറച്ച് സ്ലോ ആണ്. നമ്മൾ ആ ഒരു സ്റ്റോറിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പടം നമുക്ക് നല്ലപോലെ വർക്കാവും. കുറച്ച് ക്ഷമയൊക്കെ വേണം, ക്ഷമയോടുകൂടെ കണ്ടിരുന്ന് വേണം. പടം ഇങ്ങനെ സ്ലോ പോയിസണാണ്. അതിങ്ങനെ ലാസ്റ്റ് ആകുമ്പോഴത്തേനും പടം അങ്ങോട്ട് കയറും. ഈ മൂവി ഒരു കൊമേഴ്ഷ്യൽ ഐറ്റം എന്നതിൽ ഉപരി ഇതൊരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ചെയ്യും. നമുക്ക് നോക്കാം. ഓക്കെ.